ഏതെന്തത് നമുക്കിത് കഴിക്കാൻ വാങ്ങിയതല്ല അല്ലേ? അല്ല കഴിക്കാനല്ല, ഇത് താരം ഉണ്ടാവില്ലേ തലയിലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എണ്ണ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. താരനൊക്കെ വേണ്ടി. കുഴിയാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ പിന്നെ പുറത്ത് ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല. സാധനമാണ് വേണ്ടത്. കുരു നമ്മളത് വെച്ചിട്ടുള്ള ഒരു എണ്ണ. എണ്ണ എന്ന് പറയാൻ പറ്റില്ല, ഒരു ടിപ്പ് പോലെയുള്ള ഒരു സംഭവം അതാണ് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം ഇതൊക്കെ കഴുകി വെച്ചതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ കുരു എടുക്കെടുക്കുക. ഇതിന് സീതപ്പഴം എന്നും പറയും, നമ്മൾ ഇംഗ്ലീഷില് കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയും. പിന്നെ വേറെന്താ അമ്മ പറഞ്ഞ? അമ്മയ്ക്ക് അറിയണ പേര് ഈനാമ്പഴം. ഈനാമ്പഴം. ഇത് മുത്തശ്ശി വേഗത പിന്നെ അതിനിങ്ങനെ മുള്ളില് കുറച്ച് ഒഴുക്കൻ, കുറച്ച് മുള്ളൻ ചക്ക ആയാലും ഇതായാലും അതായാലും ഒക്കെ ടേസ്റ്റ് വന്നാട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും ടേസ്റ്റ് ഒരേ മതി. അന്നൊക്കെ കുരു ഇത്ര വലിപ്പം ഉണ്ടായിരുന്നു. ആ കുരു ഒക്കെ ഇത്ര ഉണ്ട്. ഈ വയറ്റന്റെ കുരുവൊക്കെ മുള്ളൻ ചക്കയുടെ കണ്ടിട്ടില്ലേ? അതിന്റെ കുരു ഇങ്ങനെ തന്നെ. അതാണ് ഇതിന്റെ കുരു. ഈ കുരു വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കുരു മാത്രം മതി. കുരു എടുക്കാനാണ് പണി കേട്ടോ. കുറച്ചൊരു നല്ല പഴുത്തോണ്ട് നന്നായി ഈ രീതിയിലൊക്കെ കെട്ടിയത്. അതെടുത്തോളൂ. ഞാനും നോക്കാം. കുറച്ച് കുരു വേണം. പണ്ടൊക്കെ അത് കൊറേ തിന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്. ഒരുവിധം വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സീതപ്പഴം. അവിടെ നമ്മളെ അച്ഛന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ മറ്റേ നന്ദേട്ടന്റെ കൊടുത്ത സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നില്ല അമ്മ സീതപ്പഴം? അതെന്താന്ന് വെച്ചാലേ നമ്മള് ഇത് പച്ച, ചിലവര് പച്ച പറിച്ചു വെക്കും. ഒരു മൂത്തിട്ട് കുറച്ചൊക്കെ ഒരു മൂപ്പ് വരുമ്പോ എനിക്ക് ഓർമ്മ കേട്ടോ ചെറുപ്പത്തിലുള്ള. പഴുക്കാൻ വേണ്ടിട്ടില്ലേ പെട്ടെന്ന്? മനസ്സിലായി. അമ്മ അത് പണ്ട് കുറെ കഴിച്ചിട്ടുണ്ടാവൂലേ? ഞാനെന്തോക്കെ അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല. ഞാവൽപ്പഴം ഇഷ്ടമല്ല, അതുണ്ടായിരുന്നു. കായൊക്കെ ഉണ്ടായിരുന്നു. ഞാവൽപ്പഴം ഇപ്പൊ കിട്ടാൻ നല്ല പണിയമ്മ. നല്ല വിലയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം കൊണ്ടുണ്ടോണ്ട് ഇപ്പൊ ഞാവൽപ്പഴമൊക്കെ. ഇത് കൊറേ ഉണ്ടാവും കേട്ടോ. ഉണ്ടാവൂലേ? വലിയൊരു മരത്തുമ്പോ അങ്ങനെ കാണാൻ കൊറേ തൂങ്ങി കിടക്കണം. കാണാൻ നല്ല ഭംഗിയാ പച്ചയിലൊക്കെ. കുരു മുള്ളൻ ചക്ക പിന്നെ കൂട്ടാൻ വെക്കാനൊക്കെ എടുക്കും. എരിശ്ശേരിക്ക് വെച്ചാൽ നല്ല സ്വാദാ. നല്ല അമ്മയ്ക്ക് പ്രധാനം ഇരുന്നത് ഉണ്ടായ കൂട്ടാൻ വെക്കല്. എരിശ്ശേരി വെക്കുന്നത് അതും പഴുത്താതെ ഈ സാധനം. ഇത് നമ്മള് എന്താ പറയാ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. സീതപ്പഴം കൊണ്ടേ സീതപ്പഴം ഷെയ്ക്ക്. സീതപ്പഴം ഷെയ്ക്ക് ഉണ്ടോ? ഈ ഇത്രയും വലിയൊരു സാധനത്തിൽ നിന്ന് കിട്ടിയ കുറച്ചേ ഉള്ളൂ. കാണുമ്പോ എന്ത് 2-3 വേണം നമ്മള് അല്ലേ ഉണ്ടാക്കുമ്പോ. ഇപ്പൊ ഇത് കുറച്ചോണ്ടുള്ള നമ്മൾക്ക് കാണിക്കാം. അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ വാങ്ങി ഉണ്ടാക്കാം. അതെ, വാങ്ങി ഉണ്ടാക്കാം. പിന്നെ വീടുകളിലുള്ളവർക്ക് ഏറെ സൗകര്യമായി. നമ്മളിതുപോലെ വീടുകളിലൊന്നും അധികം മരങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. 5 സെന്റ് 8 സെന്റ് 10 സെന്റിലുള്ള വീടുകളാണ്. അപ്പൊ ഇതിനൊക്കെ എവിടെ സ്ഥലം ഉണ്ടാവുക? പിന്നെ നമുക്ക് ഇത് വലിയ വളപ്പാകുമ്പോ എല്ലാം നട്ടുണ്ടാക്കും. ഇപ്പൊ കഴിഞ്ഞില്ല അത്രേ ഉള്ളൂ. നമുക്ക് നല്ലൊന്ന് കഴുകാട്ടോ. അപ്പൊ നമുക്ക് എത്ര കുരുവാട്ടോ കിട്ടിയത്. ഈ കുരുവൊക്കെ ഒന്ന് നല്ലോണം കഴുകാം. ഒരു 5-6 സീതപ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. കുറച്ചധികം നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒന്നിപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് നമ്മൾ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ. ഇനി 1 വരച്ച് എനിക്ക് വാങ്ങാം. അതെ, അപ്പോൾ ഇങ്ങനത്തെ താല്പര്യമാണ്. അതെ, എപ്പോഴും പറയും എന്റെ തലയിൽ താരണ്ടെങ്കിൽ താരം പോവാ. പിന്നെ കാച്ചി എണ്ണ ഇറക്കി തേക്കും. എണ്ണതൊക്കെ മടിയുള്ള കൂട്ടത്തിലാണ് അമ്മൂനി. അതുകൊണ്ടാണ് അപ്പൊ നമ്മളിത് വലിയൊരു ചീചട്ടി കേട്ടോ. അതിലാണ് ഇപ്പൊ നമ്മള് ഒന്ന് വറുത്തെടുക്കണത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാട്ടോ. അങ്ങോട്ട് ഗ്യാസ് കത്തിക്കാം. മുത്തശ്ശി എന്തോ പറയാൻ വെച്ചല്ലോ. മുത്തശ്ശി ഇടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടായി ചെയ്യാണ്. മുത്തശ്ശിയുടെ തലയിലേ താരനൊന്നും ഇല്ല. അതാണ് പറയാനുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് തേക്കണേ. ഇതിപ്പോ 1-2 പ്രാവശ്യം തേച്ചോണ്ട് കാര്യമില്ല. പിന്നെ നമ്മളെ വയറിലൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെയാണ് ഇപ്പൊ താരം വരുന്നത്. വൃത്തി വേണം, തലയിൽ നല്ല ഇത് വേണം. നമുക്ക് ചൂടാവട്ടെ. കുറച്ചങ്ങോട്ട് കിടന്ന് ഓടുക.
അധികം ഉണ്ടെങ്കിൽ ഓടാൻ പറ്റില്ല അല്ലേ? നമുക്കൊന്നേ പൊട്ടണ രീതിയിലാവുമ്പോ വാങ്ങാം. ഇത് ചെറിയ മിക്സിയുടെ ജാറില് ഇതൊന്ന് പൊടിച്ചെടുക്കാം. കടലൊക്കെ വറുക്കുമ്പോ അങ്ങനെ പൊട്ടിക്കാം. അതെ അതേപോലെ. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോ കുറച്ച് അധികം ഉണ്ടാക്കണം. സീതപ്പഴം ഒരു 4-5 വാങ്ങാം. എന്ത് വില സീതപ്പഴത്തിന്? ഇവിടെ അടുത്ത കടയിലൊന്നും ഇല്ലേ? നമുക്ക് അങ്ങാടിപ്പുറം നമ്മള് പോയില്ലേ അമ്മേ? അപ്പോഴല്ലേ നമ്മളൊന്ന് വാങ്ങി. ഒന്നിന് എത്ര വില? 50 രൂപ. ഇത്ര പോലെ ചെറുതിന് നല്ല വിലയാണ്. ആരും വല്ലാതെ വാങ്ങില്ല. പിന്നെ മരുന്നിന്റെ ആവശ്യമില്ലേ? തലയുടെ കാര്യത്തിലേക്ക് ചിലര് വാങ്ങും. കഴിക്കാനായിട്ട് കാര്യമൊന്നും വാങ്ങില്ല. അതിന് വേറെ വല്ല കുറഞ്ഞ ആപ്പിൾ വാങ്ങി കഴിക്കാറില്ല. 50 ഉറുപ്പിക കൊടുക്കണ്ടേ? പിന്നെ ഒരു ചില കടകളൊന്നും കിട്ടൂല കേട്ടോ. നമ്മളവിടെ ഒന്നും ഇല്ല. അങ്ങനെ ചെറിയ സമയത്ത് ഞങ്ങളൊരു 3-4 കട നോക്കി നിട്ടാ കിട്ടിയത് ഞങ്ങക്ക്. വറുത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടാറിയിട്ടേ പൊടിച്ചെടുക്കാം. കണ്ടോ കളറൊക്കെ ഒന്ന് ഇതായി. കാപ്പിക്കുരുവിന്റെ അരിയുണ്ടല്ലേ? നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടോ. ഒന്ന് ചൂടാറിക്കോട്ടെ അല്ലേ? അപ്പൊ നമ്മളെ ഇത് മിക്സിയില് ഇടാൻ മാത്രം ഇല്ല കേട്ടോ. അപ്പൊ അമ്മിയിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പൊ അമ്മിയില് പൊടിച്ചെടുക്കാം. മുത്തശ്ശിയാണ് ആ ഐഡിയ പറഞ്ഞത്. അമ്മിയില് പൊടിക്കാണ്. പഴം കണ്ടപ്പോ കൊറേ കുരു ഉണ്ടാവും. ആദ്യമൊക്കെ ഒരു 4-5 ഒക്കെ ഉണ്ടായിരുന്നു വന്ന്. പൊടിയുണ്ടല്ലേ? പൊടിയും കുറച്ച് പണിയുണ്ടെന്ന് മാത്രം. കുട്ടി നല്ല വാസന വരുന്നുണ്ട്. ഉണ്ടോ? നമ്മളിതൊക്കെ പൊടിച്ചു. കുറച്ചല്ലോ കേട്ടോ. നല്ല മറ്റേ കാപ്പിക്കുരുവിന്റെ ഒക്കെ സ്മെല്ല് മാതിരി ഉണ്ടല്ലേ? അതിലും നല്ലൊരു വാസന കാട്ടാ തിന്നാൻ തോന്നുന്നു. പോപ്കോണിന്റെ സ്മെല്ല് ഉണ്ടോ അമ്മേ? അങ്ങനെ എന്തോ ആണ്. നമ്മള് സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ ആണ് പോപ്കോണിന്റെ അതേമാതിരി ഉണ്ട്. കുറച്ച് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇതിലേക്ക് ബാക്കിയൊക്കെ മിക്സ് ചെയ്യണം. എന്തൊക്കെയാന്ന് കാണിക്കാം. അപ്പൊ നമ്മള് പൊടിച്ചതൊക്കെ അതാ. അതെ, നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂണൊക്കെ കിട്ടിയില്ല അമ്മേ? കഷ്ടി 1.5. ഒന്നൊക്കെ തന്നെ. ഒന്നും കുറച്ചും ഉണ്ടാവും. നമ്മള് കുറച്ചായിട്ട് ഉണ്ടാക്കിയതാ. അന്ന് ദിവസം ഉണ്ടാക്കിയപ്പോ കൊറേ ഉണ്ടായിരുന്നു. അന്ന് ആരോ തന്നതായിരുന്നു ഇവിടെ നമ്മള് പോയപ്പോ. അടുത്തത് അവിടെ ചോദിച്ചോ നമുക്ക് ഉണ്ടല്ലോ. നമുക്ക് അവിടുന്ന് വാങ്ങിട്ട് ഇതിലേക്ക് എത്ര 10 തുള്ളി അല്ല 10 തുള്ളി 10 സ്പൂണാണ്. 10 സ്പൂൺ വെളിച്ചെണ്ണയാണ്. പിന്നെ അവണക്കെണ്ണയാണ് പിന്നെ അടുത്തത് വേണ്ടത്. $10 സ്പൂൺ ആയില്ലേ? 2 സ്പൂൺ ഉണക്കെണ്ണ. ഒന്ന് നല്ല മിക്സ് ആയ ശേഷം അല്ലേ? നമുക്ക് 2 സ്പൂണ് അവണക്കെണ്ണ. പണ്ടൊക്കെ അവണക്കം കുരു കൊണ്ടാണ് എണ്ണ ഉണ്ടാക്കുക. ഇപ്പൊ വാങ്ങാൻ കിട്ടൂല. ബോട്ടിലായല്ലോ. അതെ. അതായത് 2 സ്പൂണാട്ടോ എടുത്തത്. നല്ലോണം മിക്സ് ചെയ്യാം. അമ്മ പറഞ്ഞ പോലെ എണ്ണ തേക്കണമെന്നൊന്നുമില്ല. ഈ എണ്ണ തലയിൽ തേച്ചാ മതി താരം പോവാൻ വേണ്ടിട്ട്. പിന്നെ ചിലവര് ചോദിക്കും എണ്ണ തേച്ചിട്ട് വേണോ അത് തേക്കാൻ. അങ്ങനെയൊന്നുമില്ല. ഇതും വെളിച്ചെണ്ണ മറ്റൊന്നും വെളിച്ചെണ്ണ. അതെ. ഇതിപ്പോ നമ്മൾ ഉണക്കെണ്ണയും കൂടി കൂട്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഇതിന്റെ ഒരു സ്മെല്ല് ഇങ്ങോട്ട് വരിക. അപ്പൊ ഇനി പച്ചക്കറിപ്പൂടെ എന്താ കുറച്ച് മതി. അതെ. ഒന്ന് ഇളക്കിക്കോളും. അങ്ങോട്ട് ഇട്ടപ്പോഴേ വാസന നല്ല സ്മെല്ലായിരുന്നു. അതെ, പച്ചക്കറിപ്പൂര് നല്ല സ്മെല്ലല്ലേ? നമ്മള് കാച്ചി എണ്ണയിലൊക്കെ നമ്മൾ ഇടുണ്ടല്ലോ, നല്ലതാണത്. അധികം പാടില്ല കേട്ടോ. അധികം ഇട്ട് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലൊക്കെ വരും. കുറച്ച് തേച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ നമ്മള് ഒരു 10-20 മിനിറ്റ് എങ്കിലും താരം നല്ല ഉള്ളവർക്ക്
പിന്നെ തേച്ചിട്ട് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്യാ. മസാജ് ചെയ്യണമെന്നൊന്നുമില്ല, നല്ലോണം കുറച്ച് തേച്ച് കൊടുക്കുക. വല്ലാതെ അമർത്തി കൊടുക്കണ്ടേ. അല്ല, ഒരു ചെറിയ രീതിക്കുള്ള മസാജ്. നമ്മള് സാധാരണ നല്ല വെളിച്ചെണ്ണ മുടി വരാനുള്ള വെളിച്ചെണ്ണയൊക്കെ തേക്കണ്ടേ, കുറച്ചു നേരം നല്ല പിടിപ്പിച്ച് തേക്കുക. അമാതിരി 10-5 മിനിറ്റോളം നല്ല തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കുകയും ചെയ്യാം. എണ്ണ തേക്കേണ്ടവർക്ക് എണ്ണ തേക്കാം, എണ്ണ തേക്കാനും പറ്റും. അല്ലാതെ ചെയ്യാം, അങ്ങനെ ഇഷ്ടം പോലെ വേണ്ടമാതിരി ചെയ്യല്ലോ. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ താരം ചിലവരെ തലയിൽ കുറെ ഉണ്ടാവില്ല അമ്മേ. പിന്നെ അടുപ്പിച്ച് നല്ല തേച്ചാൽ മതി. ആഴ്ചയിൽ 2-3 പ്രാവശ്യം തേച്ചാൽ മതി, അപ്പൊക്ക് റെഡിയാവും. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ. അതെ, ഇനി എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മള് മിക്സിയുടെ ജാറിൽ പൊടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അത്രക്ക് കുരു ഉണ്ടായില്ല, കുറവായിരുന്നു ഇതില്. അതുകൊണ്ടാണ് അതെ പൊടിച്ചെടുത്ത് നല്ല വാസന. അതെ അതെ, മിക്സിയിലാകുമ്പോ നമുക്ക് അതാണ്, അതുകൊണ്ട് വാസന എന്ന് അറിയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ മക്കളെല്ലാരും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കണേ. അഭിപ്രായം പറയൂ. ഈ വീഡിയോ ഇഷ്ടമായ മുത്തശ്ശിക്ക് ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാം. ബൈ ബൈ. ബൈ.